നമസ്കാരം. രമേശ് ചെന്നിത്തലയെ തെറിപ്പിക്കുവാൻ ശശി എഫക്ട്. വിവാദ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണ്? പോലീസ് ഏമാന്മാരുടെ സ്ഥലം മാറ്റം ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ വിവാദങ്ങൾ പടച്ചുവിട്ടാൽ സ്ഥലം മാറ്റം റദ്ദാക്കി കിട്ടുമെന്ന പോലീസ് ബുദ്ധി ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചില ദൃശ്യമാധ്യമ പ്രവർത്തകരും ഇപ്പോഴത്തെ ഈ പറയുന്ന വിവാദ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും കേട്ടാൽ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കുലുങ്ങില്ല. രമേശ് ചെന്നിത്തലയെ താഴെ ഇറക്കാൻ ചില പൊടിക്കൈകൾ പ്രയോഗിക്കുന്നുണ്ട്. പഴയ ചില പിണറായി പോലീസുകാർ ഇപ്പോൾ ഒരു ശശി എഫക്ട് കൂടി ഉണ്ട്. അതിന് ശശി നമ്മുടെ പഴയ പൊളിറ്റിക്കൽ സെക്രട്ടറി പിണറായി വിജയന്റെ അറിയാമല്ലോ നിങ്ങൾക്ക്, അദ്ദേഹം. അപ്പൊ ഐജിമാരുടെ സംഘം സംസ്ഥാന പോലീസ് ചീഫിനെ എതിർപ്പറിയിച്ചിരിക്കുകയാണ്. ചില ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിൽ എതിർപ്പുണ്ട് എന്ന വാർത്ത ശരിയാണെങ്കിൽ ആ വിവരം ഇവരാരും പറയാതെ മാധ്യമപ്രവർത്തകർ അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എതിർപ്പറിയിക്കുവാൻ ആഭ്യന്തരമന്ത്രിയെ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് കാണുമെന്ന വിവരവും മാധ്യമങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ ഇതെല്ലാം തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായയെ തകർക്കുന്ന ഏർപ്പാടാണ്. അച്ചടക്കമുള്ള ഒരു സേന എന്ന നിലയിൽ എതിർപ്പുണ്ട് എങ്കിൽ അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെയാണ് IPSകാർ അറിയിക്കേണ്ടത് എന്നുള്ളതാണ്, അതല്ലാതെ മാധ്യമങ്ങളെയല്ല. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സംസ്ഥാന പോലീസ് ചീഫ് ശുപാർശ ചെയ്തവരെ സർക്കാർ നിയമിച്ചില്ല എന്ന വാർത്തയെ കുറിച്ചാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോഴത്തെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ മാന്യനായ ഒരു IPS ഓഫീസർ ഒക്കെ ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തെ നിയമിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ IBയിൽ ഡെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്ന റവാഡ ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇടപെട്ടതിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും മറ്റു ചില ഉന്നതരും വലിയ പങ്കാണ് വഹിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ P ശശി ഇടപെടൽ നടത്തിയത് തന്നെ കർക്കശക്കാരനായിട്ടുള്ള മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവി ആകുന്നത് തടയുന്നതിന് വേണ്ടി കൂടിയായിരുന്നു. അപ്പോ ഇവിടെ ഈ രവാഡ ചന്ദ്രശേഖർ തിരിച്ചു വരാൻ താല്പര്യം കാണിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അത് അറിയിക്കുമ്പോഴാണ് UPSC സീനിയോറിറ്റി പ്രകാരം കേരളത്തിലേക്ക് അയച്ച 3 അംഗ പാനലിൽ മനോജ് എബ്രഹാം ഉൾപ്പെടാതെ പോയത്. അങ്ങനെ P ശശി പ്രത്യേക താല്പര്യമെടുത്ത് കൊണ്ടുവന്ന് നിയമിക്കപ്പെട്ട ഒരു പോലീസ് മേധാവി, ആ പോലീസ് മേധാവി നൽകിയ ലിസ്റ്റ് പ്രകാരം നിയമനം നടത്തേണ്ട ഒരു ബാധ്യതയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കോ UDF സർക്കാരിനോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് ബോധ്യമുള്ളവരെ അവർ സ്വാഭാവികമായിട്ടും നിയമിക്കും. അത് പുതിയ സർക്കാരിന്റെ റൈറ്റ് ആണ്. അതിൽ സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതല്ലാതെ ആഭ്യന്തര വകുപ്പ് നടത്തിയ സ്ഥലം മാറ്റത്തിൽ വലിയ മാറ്റം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഒരിക്കലും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇതുപോലെ തന്നെ അഥവാ അങ്ങനെ വല്ലതും ചെയ്താൽ പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി കസേര ഇരുന്നിട്ടും ഒരു കാര്യം ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥരുടെ ഇഷ്ടം നോക്കി സ്ഥലം മാറ്റം നടത്തി കൊടുക്കാനല്ല സർക്കാർ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാനാണ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരായിട്ടുള്ളത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മറിച്ച് ചിന്തിക്കുന്നവർ പോലീസ് സേനയിൽ തുടരാൻ തന്നെ അർഹരല്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. അവരുടെ അഭിപ്രായവും അത് തന്നെയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിയമം നടത്തുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥരുടെ ട്രാക്ക് റെക്കോർഡ് വിശദമായിട്ട് പരിശോധിക്കുവാനും ആഭ്യന്തരമന്ത്രി തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ ചില SP-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകില്ലായിരുന്നു. അതുപോലെ സീനിയോറിറ്റിയിലും പോലീസിലെ വലിയൊരു ഘടകമാണ് ഈ കോഴിക്കോട് ജില്ലയിലെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന വിമർശനം. ഇത് എല്ലാ സോണുകളിലും കഴിവുള്ള IG-മാരെ എത്രയും പെട്ടെന്ന് നിയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ്. ഇപ്പോഴത്തെ സ്ഥലം മാറ്റം എന്ന് പറയപ്പെടുന്നത് എന്തായാലും സൂപ്പറാണ്. കാരണം ക്രമസമാധാന ചുമതലയിൽ P വിജയൻ വന്നതും പോലീസ് ആസ്ഥാനത്ത് ഹർഷിത അട്ടല്ലൂരി വന്നതുമെല്ലാം എടുത്തു പറയേണ്ട ചില മാറ്റങ്ങളാണ്. P ശശിക്ക് മുന്നിൽ അടിമയെ പോലെ പ്രവർത്തിച്ച ഉന്നതൻ ഉൾപ്പെടെ അവരെ തെറിപ്പിച്ചതിൽ പോലീസ് സേനാംഗങ്ങൾ ഇപ്പോൾ പൊതുവെ ഹാപ്പിയാണ്. പോലീസ് ആസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഒരു ADGPയുടെ ആവശ്യം തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. TP സെൻകുമാർ സംസ്ഥാന പോലീസ് ചീഫായി കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ ഇരുന്നപ്പോൾ ടോമിൻ തച്ചങ്കരിയെ പോലീസ് ആസ്ഥാനത്ത് നിയമിച്ചതുപോലുള്ള അസാധാരണമായിട്ടുള്ള സാഹചര്യമൊന്നും ഇപ്പോഴില്ല. പിന്നെ എന്തിനാണ് അവിടെ ഒരു ADGP തസ്തിക? അപ്പൊ ഈ തസ്തികയിൽ നിന്നും മാറ്റപ്പെട്ടയാൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നതും അഡീഷണൽ ചാർജെങ്കിലും വാങ്ങാൻ ഉന്നതങ്ങളെ സ്വാധീനിക്കുന്നതും എന്തിനു വേണ്ടിയാണ് എന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും AICC സംഘടനാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പരിശോധിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വ്യക്തിപരമായിട്ടുള്ള അജണ്ട നടപ്പാക്കാൻ കൂട്ടുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും തന്ത്രപ്രധാന തസ്തികകളിൽ നിന്നും മാറ്റുക തന്നെ വേണം. എങ്കിൽ മാത്രമേ UDF സർക്കാരിന്റെ നയം പോലീസിൽ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇനി മാറ്റേണ്ടത് യഥാർത്ഥത്തിൽ പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തോളമായി തുടരുന്ന സംസ്ഥാന പോലീസ് ചീഫുമാരുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻസിനെയാണ്. ഇവർ സൂപ്പർ DGP ആണോ എന്ന ചോദ്യം കഴിഞ്ഞ DGPമാരുടെ കാലത്ത് പോലും ഉയർന്നിട്ടുണ്ട്. തുടർച്ചയായി ഇങ്ങനെ ഒരേ കസേരയിൽ അവർ ഇരിക്കുന്നത് തന്നെ ശരിയായിട്ടുള്ള രീതിയല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇവർക്ക് മാത്രം സ്ഥലം മാറ്റം ബാധകമല്ലേ എന്ന ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പാണ് ഇനി മറുപടി പറയുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയെ തെറിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള കുടുക്കു നാടകങ്ങൾ അത് ശരിയല്ല. അതിനകത്ത് ഏത് പൊളിറ്റിക്കൽ സെക്രട്ടറി, മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയല്ല, ആരുണ്ടെങ്കിലും അവരുടെ എഫക്ട് ഒന്നും ഇവിടെ ഏൽക്കാനും പോകുന്നില്ല. വിവാദ ഗൂഢാലോചനയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ എന്ന് പറയപ്പെടുന്നത് ഈ CPM-ന്റെ നേതാക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ അതും ആഭ്യന്തരമന്ത്രി കണക്കാക്കാൻ പോകുന്നില്ല എന്നുകൂടി പറയാം.